ശരിക്കും എല്ലാ സീസണിലും നമ്മൾ കാണാറുള്ള ഒരു സംഭവമാണ് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റും പിന്നെ ഒരു മെയിൽ കണ്ടസ്റ്റൻസും ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രണ്ടുപേര് തമ്മിൽ നല്ല രീതിയിൽ ഒരു റൈവൽറി ഡെവലപ്പായി വരുന്ന ഒരു സംഭവം. അതിപ്പോ സീസൺ 5-ലാണെങ്കിലും 4-ലാണെങ്കിലും 6-ലാണെങ്കിലും ഒക്കെ കാണുന്ന ഒരു സംഭവമാണ്. ഈ സീസണിലും അങ്ങനെ ഒരു റൈവൽറി ഇപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു തുടക്കം മുതൽ തന്നെയുള്ള ഡേ 1 മുതൽ തന്നെയുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് പൊടി തട്ടി എടുത്തിരിക്കുകയാണ് ഈ റൈവൽറി കേട്ടോ. അത് പുറത്തുനിന്ന് ആളുകൾ വന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതൊക്കെ വെച്ചിട്ട് ഈ ഒരു ഫൈറ്റ് വീണ്ടും പുനരാരംഭിക്കാനായിട്ട് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ഈ ഒരു റൈവൽറി എന്നുള്ളത് ഞാൻ പറയാം. അനീഷ് അതേപോലെ തന്നെ അനുമോൾ, ഇവര് രണ്ടുപേരുമാണല്ലോ പുറത്ത് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടുള്ള മത്സരാർത്ഥികൾ. അനീഷ്, അനുമോൾ, അത് കഴിഞ്ഞ് പിന്നെ ഷാനവാസ്, ഇവരാണ് സപ്പോർട്ടുള്ളത്. അപ്പൊ ഇവര് തമ്മിൽ ഇപ്പോ 3 പേരും തമ്മിൽ ഒരു ഫൈറ്റ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഇന്നലെ നടന്ന ആ ഒരു രാത്രി നടന്ന ആ പ്രശ്നത്തിന്റെ പേരിൽ അനുമോൾ ഷാനവാസ് തമ്മിൽ ഫൈറ്റ് ആണ്, അനീഷ് ഷാനവാസ് തമ്മിൽ ഫൈറ്റ് ആണ്. പിന്നെ ഈ ഇന്ന് രാവിലെ ആണെങ്കിലും ഇപ്പൊ കുറച്ചു മുമ്പാണെങ്കിലും അനീഷ് അനുമോള് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അത് ഇന്നലെ ആ ഒരു അരി വേവിക്കാൻ വെച്ച ആ ഒരു കേസ് പറഞ്ഞിട്ടുള്ള ഫൈറ്റ് ആണ്. അത് ലോ ഫ്ലെയിമിലാക്കാനായിട്ട് പറയുന്നു, ഹൈ ഫ്ലെയിമിലാക്കാനായിട്ട് പറയുന്നു, അങ്ങനെയുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു. മോർണിംഗ് ആക്ടിവിറ്റിയിലും രണ്ടുപേരും അനുമോള് വന്നതിന് അനീഷിനെ പോലെ ആവണ്ടെന്നും അനീഷ് വന്നതിന് അനുമോളെ പോലെ ആവണ്ടെന്നുമാണ് പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ ഈ സീസണെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു റൈവൽറിയാണ്. കാരണം രണ്ടുപേർക്കും അത് ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാനവാസിന്റെ ഒരു ഗെയിം എന്താണെന്ന് അറിയാനും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.